ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശാസ്ത്രീയമായ കൃഷി രീതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാമെന്ന് ചെറിയ കോഡുകളിലൂടെ എങ്ങനെ ഓർത്തു വെക്കാമെന്നും കൂടി നോക്കാം. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിന് ശാസ്ത്രീയമായ രീതിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ. അപ്പോൾ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിന് ശാസ്ത്രീയമായ രീതിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ. പട്ടുനൂൽ പുഴുക്കളുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? മൾബറി പട്ടുനൂൽ പുഴു, ടെസ്സർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു. മൾബറി പട്ടുനൂൽ പുഴു, ടെസ്സർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് പട്ടുനൂൽ പുഴുവിൻ്റെ ഇനങ്ങൾ. ഇനി ഇത് സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? സെറി എന്നത് തന്നെ സാരി എന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെച്ചൂടെ? സെറി എന്നുള്ളത് സാരി എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. സാരി ആകുമ്പോൾ എന്താ? പട്ടു സാരി. അപ്പോൾ സെറികൾച്ചർ പട്ടുനൂൽ പുഴു കൃഷി, സാരി പട്ടു സാരി, പട്ടുനൂൽ പുഴു കൃഷി, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? അപ്പോൾ സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിന് ശാസ്ത്രീയമായ രീതിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ ഓർത്തു വെക്കാൻ സാരി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. പിസികൾച്ചർ എന്താണ്? കൃത്രിമ കുളങ്ങളിലും പ്രകൃതിദത്ത ജലസ്രോതസ്സുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. ഒന്നല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയ കുളങ്ങളിലോ അല്ലെങ്കിൽ പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ ഉണ്ടാവുമല്ലോ, പാടത്ത് പറമ്പിലൊക്കെ കുളങ്ങൾ, തോടുകൾ, ഇവയിലൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങളെ വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിന് നമ്മൾ വളർത്തുന്ന പ്രധാനപ്പെട്ട മീനുകൾ ഏതൊക്കെയാണ്? കരിമീൻ, കട്ല, റോഹു എന്നിവയാണ് ഭക്ഷ്യാവശ്യത്തിനായി നമ്മൾ വളർത്തുന്ന പ്രധാനപ്പെട്ട മീനുകൾ. അലങ്കാരത്തിനാണെങ്കിലോ ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയാണ് നമ്മൾ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്ന പ്രധാനപ്പെട്ട മത്സ്യ ഇനങ്ങൾ. ഈ പിസികൾച്ചർ നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? ഫിഷ് എന്നുള്ളത് നമുക്കറിയാം, മീന് നമ്മൾ കഷ്ണങ്ങളായിട്ടാണല്ലോ വെട്ടുക. അപ്പോൾ ഫിഷിൻ്റെ പീസ് എന്ന് ഓർത്ത് വെച്ചാൽ, പീസ് എന്ന് ഓർത്ത് വെച്ചാൽ പിസികൾച്ചർ. ഫിഷിൻ്റെ പീസ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് പിസികൾച്ചർ എന്ന് കിട്ടൂലേ? ഫിഷിൻ്റെ പിസികൾച്ചർ. മത്സ്യകൃഷി പിസികൾച്ചർ. മത്സ്യം പീസായി വെട്ടുന്നു, ഫിഷിൻ്റെ പീസ് പിസികൾച്ചർ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ക്യൂണികൾച്ചർ എന്താണ്? ക്യൂണികൾച്ചർ ശാസ്ത്രീയമായ രീതിയിലുള്ള മുയൽ വളർത്തൽ കൃഷിയാണ് ക്യൂണികൾച്ചർ. ശാസ്ത്രീയ രീതിയിൽ മുയൽ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ. മുയലിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? ഇറച്ചിക്കും അലങ്കാരത്തിനും വേണ്ടി വളർത്തുന്ന മുയലിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നിവ ഇറച്ചിക്കും അലങ്കാരത്തിനും വേണ്ടി വളർത്തുന്ന മുയലിൻ്റെ പ്രധാന ഇനങ്ങളാണ്. ഇനി രോമത്തിന് വേണ്ടി വളർത്തുന്ന മുയലിൻ്റെ ഇനമാണ് അങ്കോറ. അപ്പോൾ അങ്കോറ എന്നത് ഏത് ഇനമാണെന്ന് ചോദിച്ചാൽ മുയലിൻ്റെ ഇനമാണ്. രോമത്തിന് വേണ്ടി വളർത്തുന്ന മുയൽ ഇനമാണ് അങ്കോറ. ഇറച്ചിക്കും അലങ്കാരത്തിനാണെങ്കിൽ ഗ്രേ ജയന്റും വൈറ്റ് ജയന്റിനെയും, രോമത്തിന് അങ്കോറയെയും ആണ് വളർത്തുന്നത്. അപ്പോൾ ക്യൂണികൾച്ചർ എന്നതിൽ തന്നെ നമുക്കൊരു ക്യൂട്ട് എന്ന് കണക്ട് ചെയ്തൂടെ? ക്യൂണി എന്നത് നമുക്ക് ക്യൂട്ട് എന്ന് കണക്ട് ചെയ്തല്ലോ. മുയൽ എന്ന് പറയുന്നത് ക്യൂട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ക്യൂട്ട് എന്ന് തന്നെ ക്യൂണിന്ന് കണക്ട് ചെയ്താൽ മുയൽ ക്യൂട്ടാണ്. ഇപ്പോൾ ക്യൂണി എന്നുള്ളത് ക്യൂണികൾച്ചർ മുയൽകൃഷി, ക്യൂണി ക്യൂട്ട്, മുയൽ ക്യൂട്ട്, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? എപ്പികൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ച വളർത്തുന്നതാണ് എപ്പികൾച്ചർ. അപ്പോൾ തേനീച്ച വളർത്തൽ കൃഷിയാണ് എപ്പികൾച്ചർ. ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. തേനീച്ചയുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നിവയാണ് തേനീച്ചയുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഈ അടുത്തായിട്ട് കണ്ടെത്തിയ തേനീച്ചയുടെ പുതിയ ഇനമാണ് കരിഞ്ഞൊടിയൻ. നല്ല രീതിയിൽ തേൻ ഉൽപ്പാദനം തരുന്ന ഒരു ഈച്ചയാണ് കരിഞ്ഞൊടിയൻ തേനീച്ചകൾ. ഇത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഇവയെ കണ്ടെത്തിയത്.
ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ വ്യാവസായിക ആവശ്യത്തിനായി ശാസ്ത്രീയമായ രീതിയിൽ പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറികൾച്ചർ. വ്യാവസായിക ആവശ്യത്തിനായി, അതായത് വിൽക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ രീതിയിൽ പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറികൾച്ചർ. ഇത് നമുക്ക് പേരിൽ തന്നെ കിട്ടുമല്ലോ, ഫ്ലോറി എന്നതിൽ തന്നെ ഫ്ലവർ എന്ന് നമുക്ക് കണക്ട് ചെയ്തൂടെ. ഫ്ലവർ എന്നതിൽ നിന്ന് തന്നെ ഫ്ലോറി എന്ന് കിട്ടുമല്ലോ. ഫ്ലോറികൾച്ചർ ഫ്ലവർ, ഫ്ലോറി ഫ്ലവർ, ഫ്ലോറി ഫ്ലവർ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വ്യാവസായിക ആവശ്യത്തിന് ശാസ്ത്രീയമായ രീതിയിൽ പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറികൾച്ചർ. പിന്നെ പൂക്കളുടെ ഇനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. മുല്ല, റോസ്, മല്ലിക നിങ്ങൾക്കറിയാലോ, അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. മഷ്റൂം കൾച്ചർ, മഷ്റൂം കൾച്ചറും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിലുള്ള കൂൺ വളർത്തലാണ് മഷ്റൂം കൃഷി, മഷ്റൂം കൾച്ചർ. ശാസ്ത്രീയമായ രീതിയിലുള്ള കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ. പേരിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ, മഷ്റൂം കൂൺ എന്നുള്ളത്. മഷ്റൂം എന്നാൽ കൂണ് എന്ന് നമുക്ക് പേരിൽ തന്നെ കിട്ടും. അപ്പോൾ ശാസ്ത്രീയ രീതിയിലുള്ള കൂൺ കൃഷിയാണ് മഷ്റൂം കൾച്ചർ. പ്രധാനപ്പെട്ട കൂണിനങ്ങളാണ് ചിപ്പിക്കൂണ്, പാൽക്കൂൺ. ചിപ്പിക്കൂണ്, പാൽക്കൂണ് എന്നിവ കൂണിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. ഹോർട്ടികൾച്ചർ, ഹോർട്ടികൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ രീതിയിലുള്ള പഴം പച്ചക്കറി കൃഷിയാണ് ഹോർട്ടികൾച്ചർ. ശാസ്ത്രീയമായ രീതിയിൽ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. നമ്മൾ ഹോർട്ടികോർപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, നമ്മളെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് ഹോർട്ടികോർപ്പ്. ഈ പഴങ്ങളും പച്ചക്കറികളും പിന്നെ ശേഖരിച്ചിട്ട് കർഷകരിൽ നിന്ന് ശേഖരിച്ച് വിൽക്കുന്നതിനുള്ള സംവിധാനമാണ് ഹോർട്ടികോർപ്പ്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിലുള്ള പഴം പച്ചക്കറി കൃഷിയാണ് ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ രീതിയിലുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കൃഷിയാണ് ഹോർട്ടികൾച്ചർ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കൃഷി രീതികൾ. ഇതിൽ നമ്മൾ ചില കൃഷി രീതികൾ കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഓപ്ഷനിൽ എന്തായാലും 4 ഓപ്ഷനേ വരുള്ളൂ. അപ്പോൾ 3 ഓപ്ഷനെ നമുക്കറിയാമെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ്റെ നമുക്ക് കോഡ് വെച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇത് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യം കൂടിയാണ്, ആവർത്തിച്ച് മുൻ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് അങ്ങനെ അധികം കണ്ടില്ല, പക്ഷേ മുൻപ് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക.